ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ തരുമോനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ചക്കരക്കുട്ടീനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ തരുമോന് കുറച്ച് നേരം ഉറങ്ങും കേട്ടോ. തരുമോൻ്റെ കിടക്കയിലേക്ക് തരുമോനെ മാറ്റിയാലോ പെട്ടെന്ന് ഉണർന്ന് കരഞ്ഞ് കുറുമ്പ് പിടിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ, തരുവിന് 29ാമത്തെ ദിവസമായിട്ടുള്ളൂ ഇന്നേക്ക്. പക്ഷേ ഈ തരുവിന് കുറച്ച് അവൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നത് മാതിരി കേട്ടോ തരു പെരുമാറുക. ചക്കരക്കുട്ടി ചില നിമിഷങ്ങളിലൊക്കെ ഇപ്പോഴും ചെറിയ കുട്ടികളുടെ സ്വഭാവം കാട്ടും. അപ്പോൾ തരുമുണ്ടാതെ അങ്ങനെ കണ്ണും വെച്ച് കിടക്കും കേട്ടോ. അവന് പിന്നെന്താ പാല് കുടിക്കാനൊക്കെ തോന്നി അവൻ കുറുമ്പ് കാട്ടും. അപ്പോൾ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ ചക്കരക്കുട്ടിക്കും കുറച്ച് കുറുമ്പാണല്ലോ. അപ്പോൾ ദൈവം കണ്ടറിഞ്ഞ് തരുവിന് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കുറുമ്പ് വരുന്ന നേരത്ത് തരു മുണ്ടാതെ കിടക്കും. അപ്പോൾ ദൈവമാണ് എല്ലാത്തിനും തോന്നാൻ നമുക്ക് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ചക്കരക്കുട്ടിയും തരും കൂടി സുഖമായിട്ട് ഉറങ്ങാണ്. കിടക്കയിലേക്ക് മാറ്റിയാലോ അവന് കുറുമ്പ് കാട്ടി ഉണരും ചെയ്യും കേട്ടോ. അപ്പോൾ സ്നേഹം കൂടുതലായിട്ട് തരുവിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊടുക്കും ചെയ്യട്ടെ. അമ്മയെ അഡ്ജസ്റ്റ് ചെയ്യാതൊരു കഴിവ് തരുമോന് കൊടുക്കട്ടെ. ചക്കരക്കുട്ടി കുറേ മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രസവത്തോടനുബന്ധിച്ച് കുറേ മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട്. തരുവിന് ജീവനാണ്. പക്ഷേ ഉറക്കത്തിലാകുമ്പോൾ ചക്കരക്കുട്ടിക്ക് ഇപ്പോഴും ചെറുതായിട്ടൊരു കുറുമ്പുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, അവർ ഇനി നല്ല ജീവിതത്തോടെ മുന്നോട്ട് പോകട്ടെ.